ഹലോ മക്കളെ, സമാന്തര ശ്രേണികളുടെ പാർട്ട് 3യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് അറിയോ? ശ്രേണികളുടെ ബീജഗണിതം. ഓക്കെ. അപ്പോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് വീഡിയോസ് കണ്ടുപിടിക്കാം. ഇത് ഫ്രീ ആണ്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്യാം. ഓക്കെ. അപ്പോ ശ്രേണികളുടെ ബീജഗണിതം എങ്ങനെയാണ് കാണുന്നത് നോക്കാം. എന്താണ് ബീജഗണിതം മക്കളെ? ആൽജിബ്രിക് എക്സ്പ്രഷൻ നമ്മൾ തന്നെ ഇംഗ്ലീഷിൽ പറയാം. എന്താണ് നമുക്ക് ഇന്ന് പഠിക്കാം. ഓക്കെ. അപ്പൊ അതിനു മുന്നേ നമുക്ക് നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ സാർ നിങ്ങളെ പഠിപ്പിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, സംഖ്യാക്രമങ്ങൾ. അപ്പൊ പാർട്ട് 1 കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണുക കേട്ടോ. അവിടെ നമ്മൾ 1 സെന്റിമീറ്റർ, 2 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ, 4 സെന്റിമീറ്റർ രീതിയിലുള്ള വീതിയുള്ള സമചതുരങ്ങൾ വരച്ചിട്ട് അതിന്റെ ചുറ്റളവുകൾ കണ്ടുപിടിച്ചു. 4 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 16 സെന്റിമീറ്റർ. ഓക്കെ. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ പെരിമീറ്റർ. അപ്പൊ ഇത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടിയ സീക്വൻസ് എന്തായിരുന്നു? ഒന്ന് 4 അല്ല 4 സെന്റിമീറ്റർ കിട്ടി. പിന്നെന്താണ്? 8 സെന്റിമീറ്റർ 8 കിട്ടി. പിന്നെന്താണ്? 12 അങ്ങനെ അങ്ങനെ അങ്ങനെ. ഓക്കെ. അപ്പോ ഈ ഒരു സീക്വൻസ് സാർ ഇവിടെ ഒന്നുകൂടി എടുത്ത് എഴുതിയിരിക്കുകയാണ്. ഇത് എങ്ങനെ കിട്ടിയെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട് 1 എന്തായാലും കാണണം. കാണാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ ചെന്നിട്ട് അത് കണ്ടതിന് ശേഷം മാത്രമേ വീഡിയോ കാണാം. ഓക്കെ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 4, 8, 12 ക്ലിയർ ആണല്ലോ. ഇതിനകത്ത് ഈ ഓരോ ആളുകളെയും നമ്മൾ വിളിക്കുന്ന പേര് പദങ്ങൾ എന്നാണ്. ഈ ഒരു ശ്രേണിയിലെ പദങ്ങൾ അഥവാ ടേംസ്. എന്താണ് വിളിക്കുക? ടേംസ്. ക്ലിയർ? യെസ്. സോ ഒരു ശ്രേണിയിലെ സംഖ്യകളെ അതിലെ പദങ്ങൾ അഥവാ എന്താണ്? ടേംസ് എന്നാണ് നമ്മൾ വിളിക്കുക. അപ്പോ ഈ 4 എന്ന് പറയുന്നത് ആദ്യത്തെ ടേം ആണ്, ആദ്യ പദം. 4 എന്ന് പറയുന്നത് ആദ്യ പദം. ഓക്കെ. ഇനി രണ്ടാമത്തെ പദം, രണ്ടാമത്തെ പദം അതാരാണ്? 8. മൂന്നാമത്തെ പദം, മൂന്നാമത്തെ പദം അതാരാണ്? 12. അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇനി കുറച്ചും കൂടി വ്യക്തമാക്കി പറയണെങ്കിൽ ആദ്യ പദത്തിന് നമ്മൾ x1 എന്ന് കൊടുക്കാം, രണ്ടാമത്തെ പദത്തിന് x2, മൂന്നാമത്തേന് x3. അപ്പൊ നാലാമത്തേന് എന്തായിരിക്കും? x4, അഞ്ചാമത്തേത് x5, ആറാമത്തേത് x6, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഓക്കെ. യെസ്. സോ 4 എന്താണ്? ആദ്യ പദം, ഫസ്റ്റ് ടേം. 8 സെക്കൻഡ് ടേം, 12 തേർഡ് ടേം. ഓക്കെ. 4 ആദ്യത്തെ പദം, 8 രണ്ടാമത്തെ പദം, 12 മൂന്നാമത്തെ പദം. ഓക്കെ. അപ്പൊ 4 എന്താണ്? ഒന്നാം പദം. 8 എന്താണ്? രണ്ടാം പദം. 12 എന്തായിരിക്കും? 12 മൂന്നാമത്തെ പദം. 12 എന്ന് പറയുന്നത് മൂന്നാമത്തെ പദം. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഈ കാര്യം എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ഥാനം, ഇതിന്റെ പൊസിഷൻ നമ്മൾ 1 2 3 കണ്ടോ? അങ്ങനെ പൊസിഷൻ പറയാം. ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ, അങ്ങനെ തന്നെ സ്ഥാനം പറയുകയാണെങ്കിൽ ഈ സംഖ്യകൾ സാറ് താഴെ എടുത്ത് എഴുതിയിരിക്കുന്നു. പദം 4, 8, 12. അടുത്തത് ഇവിടെ കൊടുക്കാനുണ്ട്. എത്രയാണ്? 16, 16, അങ്ങനെ അങ്ങനെ. ക്ലിയർ? അങ്ങനെ നമുക്ക് എടുത്ത് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ സാർ അങ്ങനെ എടുത്ത് എഴുതിക്കണം. ഒന്നാമത്തെ പദം 4, രണ്ടാമത്തെ പദം 8, മൂന്നാമത്തെ പദം 12, ഇപ്പൊ നാലാമത്തെ പദം 16. ഇത്രയും നമുക്ക് അറിയും. എന്റെ ചോദ്യം അഞ്ചാമത്തെ ടേം കണ്ടുപിടിക്കുക, ഫിഫ്ത് ടേം. ഓക്കെ. ഇതിനകത്ത് അഞ്ചാമത്തെ ആൾ ആരായിരിക്കും? അപ്പൊ ഇതിനകത്ത് ബുദ്ധിയുള്ള കുട്ടികൾ എന്താ ചിന്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ 4നോട് 4 കൂട്ടിയതാണ് 8. ഓക്കെ. 8നോട് വീണ്ടും 4 കൂട്ടിയതാണ് 12. ഓക്കെ. 12നോട് 4 കൂട്ടിയതാണ് 16. അത് ഓക്കെ. അപ്പൊ 16നോട് സാറേ 4 കൂട്ടി 20 കിട്ടും. അഞ്ചാമത്തെ ടേം അതല്ലേ? യെസ്, കറക്റ്റ് ആണ് ആൻസർ. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങൾ 100ാമത്തെ ചോദിച്ചാൽ എന്ത് ചെയ്യും? നിങ്ങൾ കൂട്ടി കൂട്ടി പോകും. ഇല്ല. അപ്പൊ നമ്മൾ ഈ സ്ഥാനവും ഈ പദവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാക്കും. കിട്ടിയോ? ഈ സ്ഥാനത്തിന് സാർ ഒരു പേര് കൊടുക്കുകയാണ്. ഈ സ്ഥാനത്തിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് എൻ. ഓക്കെ. എന്താണ്? എൻ. പദത്തിന് നമുക്ക് എന്ത് കൊടുക്കാം? x1 എന്നോ x2 എന്നോ x3 എന്നോ അങ്ങനെ എക്സ്ട്രാ എക്സ്ട്രാ xn. കണ്ടോ? ഇത് x1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ആള്, x2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആള്, x3 എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ആള്, xn എന്ന് പറഞ്ഞാൽ nth ടേം, എത്രയാമത്തെയോ ആള്. ഓക്കെ. ക്ലിയർ? അപ്പൊ എന്റെ ചോദ്യം, എനിക്ക് ഈ 1ൽ നിന്ന് എങ്ങനെ 4ലേക്ക് എത്താം? 1 × 4. ഓക്കെ. ഈ 2ൽ നിന്ന് എങ്ങനെ 8ലേക്ക് എത്താം? 2 × 4. ഓക്കെ. അപ്പൊ 3ൽ നിന്ന് ഞാൻ എങ്ങനെ 12ലേക്ക് എത്താം? 3 × 4. ഈസി. അപ്പൊ അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ടേം എങ്ങനെ കണ്ടുപിടിക്കും? 5 × 4 20. ക്ലിയർ? അത് കൊള്ളാല്ലേ സാർ. അപ്പൊ ഇവിടെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് ആരാണ്? 4ആണ്. സ്ഥിരമായിട്ട് നിൽക്കുന്നത് 4ആണ്. ആ 4ൽ വ്യത്യാസമില്ല. പക്ഷെ ഈ 1 2 3 4 എന്നൊക്കെ പറഞ്ഞു പോകുന്നത് എന്താണ്? അതിനകത്ത് വ്യത്യാസമുണ്ട്. അതെന്താണ്? സ്ഥാനമാണ്. ഇപ്പൊ സ്ഥാനം × 4. ഇതാണ് ഇവിടുത്തെ ബീജഗണിത വാചകം. സ്ഥാനം ×
4. സ്ഥാനത്തിന് പകരം നമുക്ക് n എന്ന് കൊടുത്താൽ n ഇൻറ്റു 4. കുറച്ചുകൂടി വ്യക്തമായിട്ട് എഴുതാം 4n. എന്താണ് എന്റെ ഇക്വേഷൻ? 4n. മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് ചോദിക്കുകയാണ് 25ാമത്തെ ആൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ എന്നിന്റെ പ്ലേസിൽ 25 കൊടുത്തത്, എന്നിന്റെ സ്ഥലത്ത് മാത്രം 25 കൊടുത്താൽ മതി. 4 ഇൻറ്റു 25. നിങ്ങളോട് 6ാമത്തെ ടേം ആരാണെന്ന് വെച്ച് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? 4 ഇൻറ്റു 6. അതായത് 4. കിട്ടിയോ? യെസ്. അപ്പൊ ഈ എഴുതിയിരിക്കുന്ന 4n ഉണ്ടല്ലോ, അത് നമുക്ക് ജനറൽ ആയിട്ട് xn ഇസ് ഈക്വൽ ടു 4n എഴുതാം. മക്കളെ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ബീജഗണിത വാചകം. മനസ്സിലായോ? അപ്പൊ ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് ഉപയോഗിച്ചിട്ട് ഈ സംഖ്യാശ്രേണിയിലെ ആരെ വേണമെങ്കിലും കണ്ടുപിടിക്കാം ഇത് ഉപയോഗിച്ചിട്ട്. അങ്ങനെ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് എല്ലാ ശ്രേണികൾക്കും ഉണ്ടാക്കാനായിട്ട് കഴിയും. അത്തരം ഇക്വേഷൻസിനെ ആണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ബീജഗണിത വാചകം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ശ്രേണിയിൽ, ഈ ഒരു പ്രത്യേക ശ്രേണിയിൽ ഇത് മാത്രമായിരിക്കും അതിന്റെ ബീജഗണിത വാചകം. വേറെ ശ്രേണിയിൽ വേറെ ആയിരിക്കും. കിട്ടിയോ? യെസ്. സോ ഇതിൽ 5ാമത്തെ പദം എത്രയാണ് പറയാലോ? ഇപ്പോ എന്താണ്? xn ഇസ് ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചത് 4n ആണ്. അപ്പൊ x 5ാമത്തെ ആളെ കണ്ടുപിടിക്കണം. 4ാമത്തെ ആളല്ല വേണ്ട, നമുക്ക് 5ാമത്തെ ആളെ കണ്ടുപിടിക്കണം. x5 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 5 20. ഓക്കെ അല്ലേ? യെസ്. ഇതിൽ n ആയി 1 2 3 തുടർച്ചയായ എണ്ണൽ സംഖ്യകൾ എടുക്കുമ്പോൾ xn ഇസ് ഈക്വൽ ടു 4n നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ചു. ഓക്കെ. ശ്രേണിയിൽ n-ാം പദം എന്താന്ന് വിളിക്കുക? നമ്മള് 4n എന്ന് വിളിക്കും. ഓരോ ടേംസിനും നമ്മൾ x1 x2 x3 എന്ന് വിളിക്കും. x1 എന്താണ് ഇതിനകത്ത്? 4. x2 എന്താണ്? 8. x3 എന്താണ്? 12. ക്ലിയർ? യെസ്. അപ്പൊ x1 എഴുതി, x2 എഴുതി, x3 എഴുതി. മനസ്സിലായി കാണല്ലോ? യെസ്. സോ വാട്ട് ഈസ് ദ 20th ടേം? 20ാമത്തെ പദം. ഇപ്പൊ ഈ എന്നിന്റെ പ്ലേസിൽ എന്ത് കൊടുക്കണം? 20 എന്ന് കൊടുക്കണം. എന്നിന്റെ പ്ലേസിൽ 20. കണ്ടോ? അപ്പൊ ഇക്വേഷൻ എടുത്ത് എഴുതാം. xn ഇസ് ഈക്വൽ ടു 4n. x 20 ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 20. എത്ര കിട്ടും? 4 ഇൻറ്റു 20 80. ക്ലിയർ? യെസ്. 100ാമത്തെ പദം വെരി ഈസിയാണ്. xn ഇസ് ഈക്വൽ ടു 4n. x 100 ഈക്വൽ ടു 4 ഇൻറ്റു 100 ഈക്വൽ ടു 400. മനസ്സിലായോ? ഇപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു സീക്വൻസ് തന്നിട്ട് അതിന്റെ എന്താണ് nth ടേം കാണാൻ പറഞ്ഞാൽ കാണാൻ പഠിക്കണം. ഓക്കെ. ആ nth ടേം നമ്മൾ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ഉണ്ടല്ലോ മക്കളെ, അതിനെയാണ് നമ്മൾ ബീജഗണിത വാചകം അഥവാ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ സീക്വൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? യെസ്. നമുക്ക് ചുറ്റളവിന് പകരം പരപ്പളവ് എടുത്താൽ കിട്ടുന്ന ശ്രേണി, അതായത് നമുക്കിപ്പോ ഇവിടെ ഏരിയ, പരപ്പളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഏരിയ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അപ്പൊ ഇവിടെയും നമുക്ക് ഏരിയ കണ്ടുപിടിക്കാനുള്ള സീക്വൻസ് നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് സാറ് പാർട്ട് 1 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ? ഈ 3 ഇങ്ങനെ പോകുന്ന സമയത്തിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാന്നുള്ളത് കണ്ടോ? അത് നിങ്ങൾ എന്ത് ചെയ്യുക? വീഡിയോ കാണുക. വെരി ഈസി ആണ്. സൈഡ് ഇൻറ്റു സൈഡ് ചെയ്താൽ ഇപ്പോൾ 2 ഇൻറ്റു 2 4, 3 ഇൻറ്റു 3 9, 4 ഇൻറ്റു 4 16. ഓക്കെ. അപ്പൊ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ പാർട്ട് 1 കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണുക. ഓക്കെ. അപ്പൊ നമ്മൾ അവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എന്താണ്? ഫസ്റ്റ് സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ സൈഡ് ഇൻറ്റു സൈഡ് 1, സെക്കൻഡ് 4, 9, 16. ക്ലിയർ? അപ്പൊ നമ്മൾ ആ വീഡിയോയിൽ ചെയ്ത പോലെ അതൊന്ന് എടുത്ത് എഴുതിയിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ ഇതില് സ്ഥാനവും പദവും തമ്മിലുള്ള ബന്ധം എന്താണ്? അതായത് ആൾജിബ്രിക് എക്സ്പ്രഷൻ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ പോലെ സ്ഥാനം. ഓക്കെ. സ്ഥാനം നമ്മൾ എഴുതണമെങ്കിൽ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ ആള്, അഥവാ n നമ്മൾ കാണാൻ പോകും. ഇനി പൊസിഷൻ എന്താണ്? പദം അഥവാ ടേം. ദിസ് ഇസ് പൊസിഷൻ. ക്ലിയർ? പൊസിഷൻ. ഓക്കെ. ആൻഡ് ദിസ് വൺ ഈസ് ടേം, പദം. അപ്പൊ പദം കാണുകയാണെങ്കിൽ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? 1. ഓക്കെ. അടുത്തത് 4. ഓക്കെ. അടുത്തത് 9. ഓക്കെ. ദെൻ 16. ഓക്കെ. അപ്പൊ 1 4 9 16 എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്. ഇതെന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? പരപ്പളവാണ്, ഏരിയ. എന്തെങ്കിലും പ്രത്യേകത കാണുന്നുണ്ടോ നിങ്ങൾ? ഈ 1 എങ്ങനെ 1 ആയി? ഈ 1 എങ്ങനെ 1? അതവിടെ നിൽക്കട്ടെ. ഈ 2 എങ്ങനെ 4 ആയി? 2ന്റെ സ്ക്വയർ 4. ഓക്കെ. ഇപ്പൊ 3 എങ്ങനെ 9 ആയി? 3ന്റെ സ്ക്വയർ 9. ഓക്കെ. 4 എങ്ങനെ 16 ആയി? 4ന്റെ സ്ക്വയർ. ഓക്കെ.
അപ്പൊ ഒന്നെങ്ങനെ ഒന്നായി? 1 × കണ്ടോ? അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ആൾ ആരായിരിക്കും? വെരി ഈസിയാണ്. അഞ്ചാമത്തെ ആൾ എന്ന് പറഞ്ഞാൽ 5 × 25. അങ്ങനെയാണെങ്കിൽ nth ടേം ആരായിരിക്കും? n × ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. കിട്ടിയോ? യെസ്. അപ്പൊ n² ആണ് നമ്മുടെ ഇക്വേഷൻ. ക്ലിയർ? അത് നമുക്ക് എന്താ xn = n². ഇതിനകത്ത് നിങ്ങളോട് 10ാമത്തെ ആൾ ആരാണെന്ന് വെച്ച് നിങ്ങൾ എന്ത് ചെയ്തു? x10 = 10². എത്രയാണ്? 100. മനസ്സിലായോ? സോ ഓരോ പദവും സ്ഥാനത്തിന്റെ വർഗമാണ്, സ്ക്വയർ ആണ് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത്. സോ ബീജഗണിതത്തിൽ പറഞ്ഞാല് xn = n². ക്ലിയർ ആണോ? യെസ്. ഇനി ഇതിന്റെ വികരണങ്ങളുടെ നീളവും ഒരു ശ്രേണിയാക്കി എഴുതാമല്ലോ. അതിന്റെ ബീജഗണിത രൂപം എന്താണ്? ഇതും നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വികരണങ്ങളുടെ നീളം √2, 2√2, 3√2, 4√2. ഇത് എങ്ങനെയാ വന്നത് എന്നുള്ളത് പാർട്ട് 1 നിങ്ങൾ കാണും. അപ്പൊ സാർ വികരണങ്ങൾ നിങ്ങൾ എഴുതേണ്ടത് √2 എഴുതി, 2√2 എഴുതി, 3√2 എഴുതി, 4√2 എഴുതി, പിന്നെ ഇങ്ങനെ പോകും. അപ്പൊ ഇതിനകത്ത് ഇതിന്റെ ബീജഗണിത വാചകം എന്തായിരിക്കും? അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇതിന്റെ പൊസിഷൻ പറയാം. പൊസിഷൻ അഥവാ എന്താണ്? സ്ഥാനം. ഓക്കെ, സ്ഥാനം പറയുകയാണെങ്കിൽ 1, 2, 3, 4 4 സ്ഥാനങ്ങൾ. അതിന്റെ താഴെ വന്നിരിക്കുന്ന സംഖ്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? സ്ഥാനം പറഞ്ഞു. പദം. ഓക്കെ, ടേം. പദം നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ √2 ഉണ്ട്, 2√2 ഉണ്ട്, 3√2 ഉണ്ട്, 4√2 ഉണ്ട്. അപ്പൊ എന്റെ ചോദ്യം 2 എങ്ങനെ 2√2 ആയി? 2 × √2. ഓക്കെ. 3 എങ്ങനെ 3√2 ആയി? 3 × √2. 4 എങ്ങനെ 4√2 ആയി? 4 × √2. So 2 × 2√2, 2√2, 3 × √2, 3√2, 4 × √2, 4√2. ഓക്കെ, അപ്പൊ 1 എങ്ങനെ √2 ആയി? 1 × √2 = √2. എത്രയാണ്? യെസ്. അങ്ങനെ n ആണെങ്കിലും n × √2 എന്താണ്? n√2. ക്ലിയർ ആണോ? കുറച്ചുകൂടി വ്യക്തമാക്കി എഴുതിയ √2n. അപ്പൊ അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ടേം എന്തായിരിക്കും? √2 × 10, അതായത് 10√2. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ 100ാമത്തെ ടേം എന്തായിരിക്കും? √2 × 100, അതായത് 100√2. ക്ലിയർ? യെസ്. സോ ദീസ് ആർ ദ സീക്വൻസ് ആൻഡ് √2n is the എന്താണ്? ആൾജിബ്രൈക് എക്സ്പ്രഷൻ. xn = √2n ആണ് നമ്മുടെ ബീജഗണിത രൂപം. എന്തിന്റെ? വികരണങ്ങളുടെ നീളം. എന്താണ് വികരണം എന്ന് അറിയോ നിങ്ങൾക്ക്? ഇതിങ്ങനെ ജോയിൻ ചെയ്യില്ലേ? ഇതിന്റെ നീളമാണ് വികരണം, അല്ലെങ്കിൽ ഈ രണ്ട് മൂലകൾ നമ്മൾ ജോയിൻ ചെയ്യുന്നത്. എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ഈ ഒരു പാർട്ട് 1 വ്യക്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ഇതേപോലെ നമ്മൾ വശങ്ങൾ നീളം അവിടെ 1 സെന്റിമീറ്റർ വെച്ച് കൂട്ടി പോകുന്ന സീക്വൻസ് ആണ് നേരത്തെ കണ്ടത്. ഇനി 1/2 സെന്റിമീറ്റർ വെച്ച് വീതം കൂടി പോകുന്ന ശ്രേണികൾ ഉണ്ടാക്കിയത് ഇങ്ങനെയായിരുന്നു. വശം, ചുറ്റളവ്, പരപ്പളവ്, വികരണം. സൈഡ് എന്താണ്? പെരിമീറ്റർ. എന്താണ്? ഏരിയ. ദെൻ എന്താണ്? ഡയഗണൽ. ഇതിന്റെ സീക്വൻസ് ഇത് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ള കാര്യം നമ്മൾ പാർട്ട് 2 എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പാർട്ട് 2. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സാറ് വീണ്ടും ഇത് എങ്ങനെ വരുന്നു എന്നുള്ളത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോന്റെ താഴെ ലിങ്ക് ഉണ്ട്, അത് പോയി കാണുക. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് ആയിട്ട് കണ്ടാലാണ് നമുക്ക് പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഒരു സീക്വൻസ് തന്നെ ഫസ്റ്റ് എടുത്ത് എഴുതിയിട്ട് നമ്മൾ അതിന്റെ ബീജഗണിത വാചകം അഥവാ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഇപ്പൊ കണ്ടുപിടിക്കും. അപ്പൊ ഇത് എങ്ങനെ ഉണ്ടായി എന്നുള്ള സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ പാർട്ട് 2 അത് കണ്ടതിന് ശേഷം, ക്ലിയർ ആക്കിയതിനു ശേഷം ഈ ഭാഗങ്ങൾ കാണാം. ഓക്കെ, യെസ്. അപ്പൊ ആദ്യം നമുക്ക് വശങ്ങൾ എടുക്കാം. അപ്പോ എന്തായിരുന്നു ഇങ്ങനെ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/2 സെന്റിമീറ്റർ വെച്ച് കൂടി പോകുന്നു. കണ്ടോ? ഓക്കെ, യെസ്. അതെന്താണ് കഴിഞ്ഞ വീഡിയോ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാനാണ്. അപ്പൊ ഇതാണ് നമ്മളൊരു സീക്വൻസ്. ഇങ്ങനെ ഒരു സീക്വൻസ് നിങ്ങൾക്ക് എക്സാമിന് തന്നിട്ട് ഇതിന്റെ ബീജഗണിത വാചകം അഥവാ ആൾജിബ്രൈക് എക്സ്പ്രഷൻ കാണാൻ ചോദിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് ഇതിനെ കാണുക? എങ്ങനെയാണ് നമ്മൾ ഇതിനെ സമീപിക്കുക? ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഓഫ് നമ്മൾ എന്താണ് അതിന്റെ സ്ഥാനം, പൊസിഷൻ അഥവാ സ്ഥാനം മതി. 1ാമത്തെ ആള്, 2ാമത്തെ ആള്, 3ാമത്തെ ആള്, 4ാമത്തെ ആള്. 1ാമത്തെ ആള് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, അപ്പൊ പദം എഴുതി കഴിഞ്ഞാൽ 1ാമത്തെ ആള് എന്ന് പറഞ്ഞാൽ 1 ആണ്, 2ാമത്തെ ആള് 1.5, 3ാമത്തെ ആള് 2, 4ാമത്തെ ആള് 2.5. അപ്പൊ സാർ ഇതിനെ ഒന്ന് മോഡിഫൈ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ,
ക്ലിയർ? ഇത് ഒന്നാമത്തെ ആൾ 1 തന്നെ ഇട്ടു. ഈ 1.5 ഞാൻ എന്താണ് ഈ 1ഉം 2ഉം കൂടി ആദ്യം മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 2 2. എന്നിട്ട് ഈ മുകളിലത്തെ 1 കൂട്ടണം. +1 ഡിവൈഡഡ് ബൈ താഴത്തെ 2 അതിന്റെ താഴെ തന്നെ എഴുതണം. ദിസ് ബിക്കം 3/2. അപ്പൊ 3ന്റെ പകുതിയാണല്ലോ 1.5. അപ്പൊ ഇതിന് സാർ 3/2 നിർത്തി, ഇതിനെ 2 തന്നെ ഇട്ടു. ഇതിന് ഇതേപോലെ തന്നെ 2 × 2 എത്രയാണ്? 4. 4 പ്ലസ് മുകളിലത്തെ 1 കൂട്ടുക, 1 ഡിവൈഡഡ് ബൈ ഈ താഴത്തെ 2 അങ്ങനെ എടുത്ത് എഴുതണം 2. സോ ദിസ് ബിക്കം 5/2. ക്ലിയർ? ഇതിനെ 5/2 എഴുതി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും താഴെ 2 വരണം. അപ്പൊ ഇവർ രണ്ടുപേരുടെയും താഴെ ഓൾറെഡി 2 ഉണ്ട്. ഈ 2ന്റെ താഴെ ഇല്ല. അപ്പൊ ഞാനൊരു 2 താഴെ ഇട്ട് കൊടുത്തു. അതായത് ഞാൻ 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്തു. ഇനി താഴെ ഇടുമ്പോൾ നമ്മൾ മുകളിൽ ഇടണം. ഓക്കെ, അതുപോലെ ഇതിന്റെ താഴെ ഞാൻ ഇട്ടു. അപ്പൊ മുകളിലും ഇടണം. ഓക്കെ, ഇനി ഒന്നും കൂടി ഇതിനെ വ്യക്തമായിട്ട് എഴുതി കഴിഞ്ഞാൽ 1 × 2 2 ഡിവൈഡ് ബൈ 2, ഇത് 3/2, ഇത് 2 × 2 4 4/2, ഇത് 5/2. ക്ലിയർ ആണോ? യെസ്. അപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി. നമ്മളുടെ ബീജഗണിത വായിച്ചത്തിൽ എല്ലാത്തിന്റെയും താഴെ 2 ഉണ്ടാവും. കണ്ടോ? എല്ലാത്തിന്റെയും താഴെ 2 ഉണ്ടാവും. ക്ലിയർ? യെസ്. ഇനി 1 എങ്ങനെ 2/2 ആയി, 2 എങ്ങനെ 3/2 ആയി, മൂന്നാമത്തെ പൊസിഷൻ എങ്ങനെ 4/2 ആയി, നാലാമത്തെ പൊസിഷൻ എങ്ങനെ 5/2 ആയി. ഓക്കെ, അപ്പൊ 1 എന്നുള്ള സ്ഥലത്ത് നിന്ന് അതെന്തായി മാറണം? 2 ആയി മാറണം. 2 എന്നുള്ള പൊസിഷനിൽ അത് 3 ആയിട്ട് മാറണം. 3 എന്നുള്ള പൊസിഷൻ അത് 4 ആയിട്ട് മാറണം. 4 എന്നുള്ള പൊസിഷനായിട്ട് 5 ആയിട്ട് മാറണം. അതായത് 1 കൂടണം. കണ്ട? 3 + 1 4, 2 + 1 3, 1 + 1 2. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ n ആണെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? n ആണെങ്കിൽ മുകളില് n+1, താഴെ എന്തായാലും. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ. ക്ലിയർ? സോ xn is equal to n+1 divided by 2. This is the equation. ക്ലിയർ ആണോ? മനസ്സിലായോ സാർ പറഞ്ഞത്? ഈ മുകളിൽ വന്നേക്കുന്ന സംഖ്യ ഇതുമായിട്ട് കണക്ട് ചെയ്യാം. 3 4 ആയി മാറി, 4 5 ആയി മാറി, അതായത് ഒരു 1 വെച്ച് കൂടി. അപ്പൊ n ആണെങ്കിൽ n എന്ന് പറഞ്ഞ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്നിനോട് ഒരു 1 കൂട്ടിയാൽ n+1. n+1/2 ആയിരിക്കും ഇതിന്റെ ആൻസർ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൾജിബ്ര എക്സ്പ്രഷൻ എന്താണ് മക്കളെ? xn is equal to n+1/2. എന്തിന്റെ വശങ്ങൾ മാത്രം, സൈഡുകളുടെ സീക്വൻസ് കേട്ടോ. അതിന്റെ എന്താണ് nth ടൈം എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? നിങ്ങളോട് ഇപ്പൊ 10ാമത്തെ ആള് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം x10 is equal to 10+1/2, that is 11/2. ഇയാളായിരിക്കും എന്താണ് x10 എന്ന് പറയുന്നത്, 10ാമത്തെ ആളെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചുറ്റളവ് പെരിമീറ്റർ ആണ് ഇനി അടുത്തത്. പെരിമീറ്റർ ചുറ്റളവിന്റെ സീക്വൻസ് ഇങ്ങനെയാണ്. അപ്പൊ നമുക്ക് സ്ഥാനങ്ങൾ എഴുതാം. സ്ഥാനം 1 2 3 4. നമുക്ക് തന്നിരിക്കുന്ന ഈ പറയുന്ന സംഖ്യകൾ 4 6 8 10. ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇനി എന്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാല് 1 എങ്ങനെ 4 ആയി, 2 എങ്ങനെ 6 ആയി, 3 എങ്ങനെ 8 ആയി, 4 എങ്ങനെ 10 ആയി. അങ്ങനെ n ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും വരിക? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോ നമുക്ക് ഒരു കാര്യം അറിയാലോ. എന്താണ് ചുറ്റളവ് എന്ന് പറഞ്ഞാൽ? എന്താ? സപ്പോസ് a ആണ് ഒരു വശമെങ്കിൽ ചുറ്റളവ് എന്തായിരിക്കും? 4a. അതറിയാലോ. അപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ 2 സെന്റിമീറ്റർ വീതം ഉണ്ടെങ്കിൽ 2 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 × 2 that is equal to 8 ആയിരിക്കും. ക്ലിയർ? ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ ചുറ്റുമുള്ള അളവ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുക? വശം ഇൻറ്റു എന്താണ് ചെയ്യുക? 4 ആണ് ചെയ്യുക അല്ലെ? ആ സൈഡ് ഇൻറ്റു 4 ആണ് ചെയ്യുക. ക്ലിയർ? യെസ്. അപ്പൊ ഇവിടെ 4 6 8 10 എന്ന് കൊടുത്തിരിക്കുന്നു. ഇതിന്റെ ചുറ്റളവ് 4 6 8 10 എന്ന് കൊടുത്തിരിക്കുന്നു. അത് കണ്ടെത്താനായിട്ട് അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത്? വശം ഇൻറ്റു 4, ദാറ്റ് ഈസ് വശം ഇൻറ്റു 4 സൈഡ്. ഓക്കെ, ഈ സൈഡിന്റെ ഇക്വേഷൻ നിങ്ങൾ ഇപ്പൊ കുറച്ചു നേരം മുന്നേ കണ്ടുപിടിച്ചില്ലേ? നേരത്തെ x is equal to n+1/2. അതവിടെ കൊടുക്കുക. അപ്പൊ n+1 divided by 2 into 4. മനസ്സിലാവുന്നുണ്ടോ? സൈഡിന്റെ ഇക്വേഷൻ ഓൾറെഡി നിങ്ങൾ കണ്ടുപിടിച്ചതാണ്, n+1/2. ക്ലിയർ? സോ ഈ 4ഉം 2ഉം വെട്ടിപ്പോ ഇവിടെ 2 കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? 2 4 വെച്ച് ഡിവൈഡ് ചെയ്യുക, 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. അപ്പൊ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ n+1 × 2. ക്ലിയർ? കുറച്ചുകൂടി ഭംഗിയിൽ എഴുതിയ 2 ആദ്യം എഴുതണം.
2 into n plus 1. This is the equation. ഇനി ഇത് ചെക്ക് ചെയ്ത് നോക്കാം, ശരിയാണോ സാറേ ഈ പറയുന്നത് നോക്കാം. ഇപ്പൊ x1 കാണണം, x1 കാണണം എന്ന് വിചാരിക്കും. അപ്പൊ n-ന് 1 എന്ന് കൊടുക്കണം, നോക്കിക്കോളൂ കേട്ടോ. 2 into 1 plus 1, that is 2 into 2, 4. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണല്ലോ. ഇനി x2 കണ്ടുപിടിക്കാം. x2 എന്ന് പറയുമ്പോൾ ഇനി 2 എന്ന് കൊടുക്കണം. അപ്പൊ 2 into 2 plus 1, ഓക്കെ, is equal to 2 into 3 is equal to 6. കറക്റ്റ് ആണല്ലോ? കറക്റ്റ് ആണ്. മനസ്സിലായോ? അപ്പൊ അതുപോലെ ഈ 10 എത്രാമത്തെ ആളാണ്? 4ാമത്തെ ആളാണ് അല്ലെ? അപ്പൊ x4 എങ്ങനെ കാണും? 2 into 4 plus 1, that is 2 into 5. 10 കിട്ടുന്നുണ്ടല്ലോ? കിട്ടുന്നുണ്ട്. സോ ഇവിടുത്തെ നമ്മുടെ ഇക്വേഷൻ is equal to xn is equal to എന്താണ്? 2 into n plus 1. ഇതാണ് ഈ ഒരു സീക്വൻസിന്റെ എന്താണ്? ഈ ഒരു ശ്രേണിയുടെ ബീജഗണിത വാചകം അഥവാ ആൾജിബ്രിക് എക്സ്പ്രഷൻ. ക്ലിയർ? നെക്സ്റ്റ് പരപ്പളവാണ് അഥവാ ഏരിയ എന്ന് പറയും. എന്താണ്? പരപ്പളവ്. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെ എന്താണ്? സാധാരണ ഭിന്നമല്ലാതെ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഇതിനെ സാധാരണ ഭിന്നമാക്കുന്നത്? വിഷമ ഭിന്നമാണ്. അപ്പൊ 2 into 4 എന്ന് പറഞ്ഞാൽ 8, 8 plus 1 ഡിവൈഡ് ബൈ 4, അതായത് 9/4 ആക്കണം ഈ പറയുന്ന 2.4. ഇതുപോലെ 6.4 നമ്മൾ എടുക്കണമെങ്കിൽ 6 into 4, 6 4 24 പ്ലസ് 1 25/4, 25/4 എന്നെഴുതാം. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പൊ നമ്മൾ പൊസിഷൻ ഇവിടെ എഴുതിയാണ് 1 2 3 4. ഇതിനെ കൺവേർട്ട് ചെയ്യണേ, അത് 1 തന്നെ എഴുതി. ഇത് നമ്മളിപ്പോ 4 2 8 9/4, ഇത് അങ്ങനെ തന്നെ എടുത്ത് എഴുതാം. ഇത് 6 4 24 1 25/4. ഓക്കെ, അത്ര മനസ്സിലായി കാണാലോ? യെസ്. ഇനി നമുക്ക് എല്ലാത്തിനും താഴെ 4 വരണം. അപ്പൊ ഇതിന്റെ താഴെ ഒരു സാർ ഒരു 4 ഇട്ടു, അപ്പൊ തന്നെ മുകളിലും ഗുണിച്ചു. ഇതിന്റെ താഴെ ഒരു 4 ഇട്ടു, അപ്പൊ തന്നെ മുകളിലും ഗുണിച്ചു. ഓക്കെ, 1 into 4 4/4, ഇവിടെ 9/4, ഇവിടെ എന്താണ്? 4 4 16/4, ഇവിടെയോ 25/4. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ആക്ച്വൽ സീക്വൻസ്. അപ്പൊ ഇങ്ങനെ കാലൊക്കെ വെച്ച് നിന്ന് ഇതേപോലെ ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് ഈ 4 എങ്ങനെ ഇവിടെ 25ആയി? എല്ലാത്തിനും താഴെ 4 ഉണ്ട്. ഈ 3 എങ്ങനെ ഇവിടെ 16ആയി? ഈ 2 എങ്ങനെ ഇവിടെ 9ആയി? 1 എങ്ങനെ ഇവിടെ 4ആയി? ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? യെസ്. അപ്പൊ നമുക്കറിയാം 4 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആണ്? 2ന്റെ സ്ക്വയർ ആണ്. 9 എന്ന് പറയുന്നത് എന്താണ്? 3ന്റെ സ്ക്വയർ ആണ്. 16 എന്ന് പറയുന്നത് എന്താണ്? 4ന്റെ സ്ക്വയർ ആണ്. 25 എന്ന് പറയുന്നത് എന്താണ്? 5ന്റെ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പൊ സാർ ഇതിനെ ഒന്നും കൂടി ഇങ്ങനെ എഴുതുന്നത് 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ 5 സ്ക്വയർ, എല്ലാത്തിന്റെയും താഴെ 4. ഓക്കെ, അപ്പൊ ഇനി ചിന്തിക്കേണ്ടത് ഈ 1 എങ്ങനെ 2ആയി? ഈസിയാണ്, ഒരു 1 കൂട്ടിയാൽ. ഈ 2 എങ്ങനെ രണ്ടാമത്തെ സ്ഥാനം എങ്ങനെ 3ആയി? ഒരു 1 കൂട്ടി. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ സ്ഥാനം എങ്ങനെ 4ആയി? ഒരു 1 കൂട്ടി. 4ാമത്തെ സ്ഥാനം എങ്ങനെ 5ആയി? ഒരു 1 കൂട്ടി. കിട്ടിയോ? അപ്പൊ n ആണെങ്കിൽ ഇങ്ങനെ 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 വന്ന് എന്താണ് അവിടെ വരേണ്ടത്? n സ്ക്വയർ ആണോ വരേണ്ടത്? അല്ല, ഇവിടെ 4 സ്ക്വയർ ആണോ എഴുതിയേക്കണം? അല്ല, 4നോട് ഒരു 1 കൂട്ടിയിട്ട് 5 സ്ക്വയർ ആണ് എഴുതിയേക്കണം. അപ്പൊ n ആണെങ്കിൽ ഇവിടെ n plus 1ന്റെ സ്ക്വയർ. ക്ലിയർ? താഴെ 4. സോ ദിസ് ഈസ് ദി ഇക്വേഷൻ. മനസ്സിലായോ മക്കളെ? ക്ലിയർ? ഒന്നുകൂടി പറയാം, ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കുക. 2 ആണെങ്കിൽ ഇവിടെ എന്താ വന്നെ? 3 ആണ്. മൂന്നാമത്തെ സ്ഥാനത്ത് ഇവിടെ വന്നെ 4 ആണ്. 4ാമത്തെ സ്ഥാനത്ത് ഇവിടെ വന്നത് 5 ആണ്. അപ്പൊ nth സ്ഥാനത്താണെങ്കിൽ ഇവിടെ വരുന്നത് n plus 1 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് xn is equal to n plus 1 സ്ക്വയർ ഡിവൈഡ് ബൈ 4. അങ്ങനെയാണെങ്കിൽ സാറെ ഒന്ന് ചെക്ക് ചെയ്യാം അല്ലെ? മൂന്നാമത്തെ ആളെ നമുക്ക് ചെക്ക് ചെയ്യാം. x3 is equal to 3 plus 1 whole square by 4 is equal to 4 square by 4. ഇവിടുത്തെ 4 മൾട്ടിപ്ലൈ, ആൻസർ 4. കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പരപ്പളവിന്റെ അഥവാ ഏരിയയുടെ ബീജഗണിത വാചകം. ക്ലിയർ? യെസ്. ഇനി ഇതുപോലെ വികരണത്തിന് കണ്ടുപിടിക്കാം. വികരണം അറിയാലോ, ഒരു സ്ക്വയർ നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാല് അതിന്റെ 2 മൂലകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്നതാണ് വികരണം എന്ന് പറയുന്നത്. ഇതും വികരണമാണ്, ഇതും വികരണമാണ്, ഡയഗണൽ ഇംഗ്ലീഷിൽ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് സ്ഥാനം 1 2 3 4 5 5 ടേംസ് ആണ് നമുക്ക് എടുത്തോളൂ. നമുക്ക് സ്ഥാനം തൊട്ട് എഴുതാം 1 2 3 4. ഓക്കെ, 4 ടേംസ് ആണ് വന്നേക്കുന്നത്. അതിന്റെ പദങ്ങൾ എടുത്ത് എഴുതാം. √2 3/2 √2
2√2 5/2 √2. ക്ലിയർ? അപ്പൊ ഇവിടെയൊക്കെ പ്രത്യേകത ഇതിന്റെ താഴെയൊക്കെ 2 ഉണ്ട്. ഇതിന്റെ താഴെ 2 ഇല്ല. അപ്പൊ 2 കൊണ്ട് ഹരിക്കാം, 2 കൊണ്ട് മുകളിലും ഗുണിക്കാം. ഇവിടെ താഴെ 2 കൊണ്ട് ഹരിക്കാം, 2 കൊണ്ട് മുകളിലും ഗുണിക്കാം. ക്ലിയർ? യെസ്. അപ്പോ ഇവിടുത്തെ ഇക്വേഷൻ ഇപ്പൊ എന്താവും? 2√2/2 ഇവിടെ 3√2/2 ഇവിടെ 2 2 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം ആദ്യം. 2 × 2 4 4√2/2 ഇവിടെ 5√2/2. ഓക്കെ. അപ്പോ 2√2 2√2 3√2 4√2 5√2 ഇങ്ങനെ കിട്ടി. അപ്പൊ എല്ലാത്തിനും താഴെ 2 ഉള്ളത് 2 അവസാനം ചെയ്യും. 2നെ ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. മുകളിലത്തെ കാര്യം ചിന്തിച്ചാൽ മതി. ഈ 1 എങ്ങനെ 2 ആയി, ഈ 2 എങ്ങനെ 3 ആയി, ഈ 3 എങ്ങനെ 4 ആയി, ഈ 4 എങ്ങനെ 5 ആയി. ഈസിയാണ്. 1 എങ്ങനെ 2 ആയി, ഒരു 1 കൂട്ടി. 2 എങ്ങനെ 3 ആയി, ഒരു 1 കൂട്ടി. 3 എങ്ങനെ 4 ആയി, ഒരു 1 കൂട്ടി. 4 എങ്ങനെ 5 ആയി, ഒരു 1 കൂട്ടി. അപ്പൊ ഇവിടെ n ആണ്. എങ്ങനെ വരും? n+1 ഇൻറ്റു കൂടെ ആരുണ്ട്? √2 ഉണ്ട്. ഡിവൈഡഡ് ബൈ എന്തുണ്ട്? ഒരു 2 ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കിട്ടിയോ? കിട്ടി അല്ലേ? അപ്പൊ എന്താണ് ഇക്വേഷൻ? ദിസ് ഇസ് ദ ഇക്വേഷൻ. എന്താണ്? n+1 ഇൻറ്റു √2 ഡിവൈഡ് ബൈ 2. സോ xn ഇസ് ഈക്വൽ ടു n+1 ഇൻറ്റു √2 ഡിവൈഡ് ബൈ 2. ഇത് ശരിയാണോ നമുക്ക് നോക്കാം. എങ്ങനെ നോക്കാം? മൂന്നാമത്തെ ടേം വെച്ച് നോക്കാം. x3 is equal to 3 + 1 into √2 divided by 2 is equal to 4√2 divided by 2. 2 4 ഇവിടെ 2 കിട്ടും. സോ ദ ഫൈനൽ ആൻസർ ഈസ് 2√2. ശരിയല്ലേ? ശരിയാണ്. ക്ലിയർ? ഓക്കെ. നമുക്ക് 1 2 3 നാലാമത്തെ ടൈം ശരിയാണോ നോക്കാം. x4 is equal to 4 + 1 √2 by 2. എത്രയാണ് 4 + 1 5 5√2 by 2. ശരിയല്ലേ? ശരിയാണ്. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ വികരണം കഴിഞ്ഞു. ഇനി നമുക്ക് മറ്റൊരു കണക്ക് നോക്കാം. ഈ കണക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാല് തീപ്പെട്ടി കമ്പുകൾ വെച്ചിട്ട് കുറെ ട്രയാങ്കിൾസ് ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ ഇവിടെ 1 2 3 എത്ര കമ്പുകളുണ്ട്? 3 കമ്പുകളുണ്ട്. എത്ര ട്രയാങ്കിൾ ഉണ്ട്? ഒരെണ്ണം. ഇവിടെ 1 2 3 4 5 5 കമ്പുകളുണ്ട്. എത്ര ട്രയാങ്കിൾ ഉണ്ട്? 1 2 2 ട്രയാങ്കിൾ. ഇവിടെ 1 2 3 4 5 6 7 7 കമ്പുകൾ ഉപയോഗിച്ചിട്ട് എത്ര ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ടുണ്ട്? 1 2 3 ത്രികോണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. ഇനി ഇതുപോലെ തൊട്ടടുത്തത് എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും ഇവിടെ 2 എന്താണ് കമ്പുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4ാമത്തെ ത്രികോണം കിട്ടും. അപ്പൊ എക്സ്ട്രാ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? 8ാമതൊരു കമ്പ് കൂടി വേണം, 9ാമതൊരു കമ്പ് കൂടി വേണം. ഓക്കെ. അപ്പൊ അതായത് 9 കമ്പായിരിക്കും നെക്സ്റ്റ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് 2 കൂട്ടിയിട്ട് 5, ഇതിനോട് 2 കൂട്ടിയിട്ട് 7, ഇതിനോട് 2 കൂട്ടിയിട്ട് എന്താണ് 9. എപ്പോഴും 2 കൂട്ടിയാണ് പോകണം. അപ്പൊ അടുത്തത് 9 2 11 കമ്പുകൾ വേണം. നിങ്ങൾക്ക് 5 ട്രയാങ്കിൾ ഉണ്ടാക്കണം. മനസ്സിലായതേ? 5 ട്രയാങ്കിൾ. ഇപ്പൊ എന്താണ് 10 11. ക്ലിയർ? യെസ്. അപ്പോ ഒരു ത്രികോണം ഉണ്ടാക്കാൻ 3 തീപ്പെട്ടി കമ്പ് നമ്മൾ കണ്ടു. 2 ഉണ്ടാക്കാൻ 5, 3 7 കോല്. ഇങ്ങനെ 4 ത്രികോണം ഉണ്ടാക്കാൻ എത്ര കോല് വേണം? വെരി ഈസി. നമ്മളിപ്പോ പറഞ്ഞതാണ്. 2 കൂടി എക്സ്ട്രാ വേണ്ടി വരും. ഓക്കെ. അപ്പൊ 1 2 3 4 4 ത്രികോണങ്ങൾ ഉണ്ടാക്കാനായിട്ട് ടോട്ടല് 9 എന്താണ് കമ്പുകൾ വേണം, തീപ്പെട്ടി കമ്പുകൾ വേണം. ഓക്കെ. ആദ്യ ത്രികോണം ഉണ്ടാക്കാൻ 3 കോല് വേണം. തുടർന്ന് ഓരോ ത്രികോണം ഉണ്ടാക്കാൻ 2 കോല് വീതം മതി. കണ്ടോ? 2 കോല് വീതം നമ്മൾ എന്താണ് കൂട്ടണം. അങ്ങനെ കോണുകളുടെ എണ്ണം എന്താണ് ഈ ഒരു ശ്രേണിയായിട്ട് നമുക്ക് എഴുതി കൂടെ എഴുതാം. ഇവിടെ എത്ര എണ്ണം? 3 എണ്ണം, പിന്നെ 5 എണ്ണം, പിന്നെ 7 എണ്ണം, പിന്നെ 9, പിന്നെ നിങ്ങൾക്ക് എഴുതി കൂടെ 11, പിന്നെ 13, അങ്ങനെ അങ്ങനെ അങ്ങനെ. ക്ലിയർ ആണോ? യെസ്. അപ്പോ 10 ത്രികോണം ഉണ്ടാക്കാൻ എത്ര കോല് വേണം? അതാണ് ചോദ്യം. ഈ 10 കാര്യം ഇവിടെ നിൽക്കട്ടെ. അപ്പൊ എന്റെ ചോദ്യം 3 ത്രികോണം ഉണ്ടാക്കാൻ എത്ര കോല് വേണമെന്ന് ഞാൻ നേരിട്ട് ചോദിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചിന്തിക്കുക? ആദ്യത്തെ ത്രികോണം ഉണ്ടാക്കാൻ എത്ര കോല് വേണം? 3 കോല് വേണം. പിന്നെ എത്ര ത്രികോണം ഉണ്ട്? 2 പ്ലസ് 2. ഇനിയുള്ള ഓരോ 2 ട്രയാങ്കിളിനും 2 കോല് വെച്ച് മതി. അപ്പൊ 3 + 4 7. കറക്റ്റ് അല്ലേ? യെസ്. അതുപോലെ ഇവിടെ ചോദിച്ചതായിരിക്കും. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4. അപ്പൊ ഞാൻ നിങ്ങൾ ചോദിക്കണേ, 10 വരെ ഞാൻ ചോദിക്കണേ 4 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ എത്ര കോല് വേണം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആദ്യത്തെ ത്രികോണത്തിൽ എത്ര കോല് വേണം? 3 കോല് വേണം. 1 2 3. പിന്നെ ഓരോ തവണയും നിങ്ങൾ 2 കോല് വെച്ചാണ് കൂട്ടി കൂട്ടി പോകണം. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ സാറ് പറയുന്നത്? ക്ലിയർ? ആദ്യത്തെ ത്രികോണത്തിൽ 3 കോല്. ഏതൊക്കെയാണ്? 1 2 3. അപ്പൊ സാറ് തരും പ്ലസ്. പിന്നീടുള്ള ഓരോ ട്രയാങ്കിളിലും 2 വെച്ച് 1 2 1 2
1 2 കണ്ടോ, 2 കോല് വെച്ചാണ് കൂടി കൂടി പോകുന്നത്. അങ്ങനെ എത്ര പ്രാവശ്യം കൂടുന്നുണ്ട്? 3 തവണ കൂടുന്നുണ്ട്. 3 ഇൻറ്റു 2, അതായത് 3 + 6 9. ക്ലിയർ ആണോ? യെസ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ആ റിലേഷൻഷിപ്പ് ഒന്ന് എടുക്കാം. ആദ്യത്തേല് 3, ഓക്കെ. രണ്ടാമത്തേല് ഒരു ട്രയാങ്കിൾ പ്ലസ് 2 അപ്പം 3 + 2 ഇൻറ്റു 1. അടുത്തതോ ഒരു ട്രയാങ്കിൾ പ്ലസ് 2 പ്രാവശ്യം വരുന്നുണ്ട് അല്ലെ. അപ്പൊ 3 + 2 തീപ്പെട്ടിക്കൊല്ലി വെച്ച് 2 പ്രാവശ്യം, 2 ഇൻറ്റു 2. ഓക്കെ. അടുത്തത് ഇവിടെ വരുമ്പോൾ 3 + 2 തീപ്പെട്ടിക്കൊല്ലി വെച്ചിട്ട് എത്ര പ്രാവശ്യം വരുന്നുണ്ട്? 3 പ്രാവശ്യം വരുന്നത്, 2 ഇൻറ്റു 3. ഇതാണ് ഒന്നാമത്തെ ട്രയാങ്കിൾ. പൊസിഷൻ 1, പൊസിഷൻ 2, പൊസിഷൻ 3, പൊസിഷൻ 4. ക്ലിയർ? യെസ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 2 എല്ലായിടത്തും കോമൺ ആണ്, ഈ 3യും കോമൺ ആണ്. കണ്ടോ, മാറുന്നത് എവിടെയാണ്? ഈ രണ്ടാമത്തെ പൊസിഷൻ വന്നപ്പോ ഇവിടെ 1 ആയി, മൂന്നാമത്തെ പൊസിഷൻ വന്നപ്പോ ഇവിടെ 2 ആയി, നാലാമത്തെ പൊസിഷൻ വന്നപ്പോ ഇവിടെ 3 ആയി. അതായത് ഒരു 1 കുറഞ്ഞു. കണ്ടോ? ക്ലിയർ? യെസ്. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, അഞ്ചാമത് 5 ട്രയാങ്കിൾ ഉണ്ടാക്കണമെങ്കിൽ എന്തായിരിക്കും? അപ്പൊ ആദ്യം 3 എഴുതണം, പ്ലസ്, ഓക്കെ, 2 എഴുതണം, ഇൻറ്റു 5ന്റെ പ്ലേസിൽ എന്ത് എഴുതണം നിങ്ങൾ? 5 - 1 4 എഴുതാം. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ n ടേം ആണെങ്കിൽ, n ആണെങ്കിൽ എന്ത് വരും നോക്കാം. അപ്പൊ നമ്മളിവിടെ കണ്ടു 5 ആണെങ്കിൽ ഒരു 1 കുറയ്ക്കണം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ n ആണെങ്കിൽ എന്ത് സംഭവിക്കണം? n ആണെങ്കിൽ 3 + 2 ഇൻറ്റു n - 1. കണ്ടോ? സോ ദിസ് ഈസ് ദ ജനറൽ ഇക്വേഷൻ. ക്ലിയർ? ക്ലിയർ ആണല്ലോ? യെസ്. 3 + ജനറൽ ഇക്വേഷൻ 3 + 2 ഇൻറ്റു n - 1. എക്സാൻ. ഓക്കെ. അപ്പൊ ഇതിന് നമുക്ക് 3 + ഈ 2 ആകത്തേക്ക് ഗുണിക്കുക. 2 ഇൻറ്റു n എന്ന് പറഞ്ഞാൽ 2n, ഓക്കെ, -2. എന്താണത്? 2 ഇൻറ്റു n ചെയ്തപ്പോ 2n കിട്ടി, 2 ഇൻറ്റു -1 ചെയ്തപ്പോ -2 കിട്ടി. അപ്പൊ നിങ്ങൾ ഇങ്ങനെ വരുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പോസിറ്റീവ് സംഖ്യ എഴുതുക, പിന്നെ നെഗറ്റീവ് സംഖ്യ എഴുതുക, ഓക്കെ, പിന്നെ നിങ്ങളുടെ ഈ n ഉള്ള ടേം എഴുതുക, 2n. ഓക്കെ. 3 - 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. 1 + 2n. ഒരു ഭംഗിയിൽ എഴുതുമ്പോൾ n ഉള്ള ടേം ആദ്യം എഴുതണം. xn = 2n + 1. സോ ദിസ് ഈസ് ദി ജനറൽ ഇക്വേഷൻ. ക്ലിയർ? അപ്പൊ എന്താ ജനറൽ ഇക്വേഷൻ? xn = 2n + 1. നമുക്ക് ഇത് ശരിയാണോ ചെക്ക് ചെയ്യാം. x1, അപ്പൊ നമ്മൾ കൊടുക്കുകയാണ് x1 = 2 ഇൻറ്റു 1 + 1 2 + 1 3. ശരിയല്ലേ? 3 കമ്പുമാണ് അവിടെ. ക്ലിയർ? യെസ്. സിമിലാർലി എന്താണ് x2? അപ്പൊ നമുക്ക് x2 കണ്ടു നോക്കാം. x2 = നമ്മളിപ്പോ കണ്ടുപിടിച്ച ഇക്വേഷന്റെ പേരെന്തായിരുന്നു? ഇക്വേഷൻ പറ. 2n + 1 = 2 ഇൻറ്റു രണ്ടാമത്തെ ആൾ, അതായത് 2 + 1, ദാറ്റ് ഈസ് 4 + 1 = 5. ഇങ്ങനെ നമ്മുടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 10 ത്രികോണം ഉണ്ടാക്കാനാണ്. അപ്പോ x 10 ആണ് കണ്ടുപിടിക്കേണ്ടത്. 2 ഇൻറ്റു 10 + 1 = 20 + 1 = 21. 21 എന്താണ് കോലുകൾ വേണം നമുക്ക് 10 ത്രികോണം ഉണ്ടാക്കാൻ. ഓക്കെ. അപ്പൊ ആദ്യ ത്രികോണത്തിന് 3 കോല്, ബാക്കി 9 ത്രികോണത്തിന് 2 വീതം. 9 ഇൻറ്റു 2 18, ആകെ 21. ഇങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. സോ 100 ത്രികോണം ഉണ്ടാക്കാൻ എത്ര കോല് വേണം? 100 ത്രികോണം ഉണ്ടാക്കാനായിട്ട് ഇപ്പൊ കണ്ടുപിടിച്ച ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. x 100 = 2 ഇൻറ്റു 100 + 1. ക്ലിയർ? സോ 200 + 1, ദാറ്റ് ഈസ് 201. ക്ലിയർ ആണല്ലോ? യെസ്. ത്രികോണം ഉണ്ടാക്കാൻ വേണ്ട കോലുകളുടെ എണ്ണം എങ്ങനെ എഴുതാം? നമ്മളിപ്പോ പഠിച്ചു. 2n - 2 ഒക്കെ ചെയ്തു. നമ്മൾക്ക് ചെയ്തൊന്നും നോക്കണ്ട. ഇതാണ് ഫൈനൽ ആൻസർ. ക്ലിയർ? 2n + 1. ഓക്കെ. യെസ്. അപ്പൊ ഇങ്ങനെ മക്കളെ 500 എണ്ണം 500 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്നിന് നിങ്ങൾ എന്ത് കൊടുക്കുക? 500 കൊടുക്കുക. അത്രേ ഉള്ളൂ. ഈസി. സോ xn = എന്താണ് 2n + 1. അപ്പൊ x 500 ത്രികോണങ്ങൾ ഉണ്ടാക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ 2 ഇൻറ്റു 500 + 1, ദാറ്റ് ഈസ് 1000 + 1 = 1001. 1100. ഓക്കെ. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ബീജഗണിതങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ ഇത് വെച്ചിട്ട് ഉള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് അടുത്ത ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 15 പഠിക്കാനുള്ളത്. ഫസ്റ്റ് പ്രോബ്ലം ആണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് നമ്മുടെ വീഡിയോസ് എല്ലാം. അപ്പൊ നിങ്ങൾ നെക്സ്റ്റ് പാർട്ട് കാണുക.
ഓക്കെ, അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇത് എത്തിക്കുക. അപ്പൊ നിങ്ങൾ എക്സാമിന് മുന്നേക്ക് നമ്മുടെ വീഡിയോസ് കണ്ട് പഠിച്ച് ഫുൾ ടെക്സ്റ്റ് ബുക്കിൽ ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ കവർ ചെയ്യും. അതായത് ചുമ്മാ നമ്മൾ ആദ്യത്തെ പ്രൊഫഷൻ ഇതൊന്നും ഇമ്പോർട്ടൻസ് അല്ല, അതുകൊണ്ട് ഇതൊന്നും പഠിക്കണ്ട അങ്ങനെ പറയില്ല. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ